4 പാനലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൈമറ്റ് അല്പം മോശമായാലും ഒരു ആവറേജ് പ്രൊഡക്ഷൻ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫുൾ ടൈം പവർ സപ്ലൈ എൻഷുർ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ KSEB സപ്ലൈനെ ആശ്രയിക്കാതെ വീട്ടിലെ ഒരു 90% ഉപകരണങ്ങൾ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ പുതിയൊരു ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് ഇവിടെ ഒരു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ 4 സോളാർ മോഡ്യൂൾസ് ആണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 590 വാട്ട്സിന്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് ആണ്. നമുക്ക് ഏകദേശം 2360 വാട്ട്സോളം കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. പകൽ സമയത്ത് ഏത് ക്ലൈമറ്റ് കണ്ടീഷൻ ആണെങ്കിലും, അല്പം മഴയാണെങ്കിൽ കൂടി നമുക്ക് ബാറ്ററി നല്ല രീതിയിൽ ചാർജ് ആകുകയും പകൽ സമയത്ത് വീട്ടിലെ ഉപയോഗങ്ങളൊക്കെ നടക്കുകയും ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മാറി വരുന്ന KSEB റെഗുലേഷൻസിനെയൊക്കെ പേടിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു 90% ഉപകരണങ്ങളും ഈസി ആയിട്ട് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 kVA സിസ്റ്റമാണ്. അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് 25.6 വോൾട്ടിന്റെ 100 AH ലിഥിയം ബാറ്ററിയാണ്. അതിൽ നമുക്ക് 2.5 യൂണിറ്റ് വരെ വൈദ്യുതി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബാറ്ററികൾ വേണമെങ്കിൽ വീണ്ടും പാരലായിട്ട് ആഡ് ചെയ്ത് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി കൂട്ടാവുന്നതാണ്. നോർമലി ഒരു വീടിനെ സംബന്ധിച്ച് നമുക്ക് 2 പാനലുകളൊക്കെ വെച്ച് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് 4 പാനലുകൾ വെക്കുമ്പോൾ എല്ലാ ക്ലൈമറ്റ് കണ്ടീഷനിലും ആവറേജ് ചാർജിങ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പകൽ സമയത്ത് ഉപയോഗം അല്പം കൂടിയാലും നമുക്ക് ഈ സിസ്റ്റം ഈസി ആയിട്ട് വീട്ടിലെ എല്ലാ ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 3 kVയുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആശ പവറിന്റെ സോളാർ PC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2000-ന് മുകളിലല്ല 2400 വാട്ട്സ് വരെയൊക്കെ ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 1 HP പമ്പുകളൊക്കെ നമുക്ക് പകൽ സമയത്ത് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള ബോർഡും അതിന്റെ അഡ്വാൻസ്ഡ് മെക്കാനിസം ഒക്കെയാണ്. നമുക്ക് നല്ല ലൈഫ് ഈ സിസ്റ്റത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ലൊരു പ്രീമിയം ഇൻസ്റ്റലേഷനാണ് നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് വീട്ടിലുള്ള കറണ്ട് ബില്ല് ഇപ്പോൾ 3000 രൂപ വരെയൊക്കെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ബില്ല് നല്ല രീതിയിൽ കുറച്ചൊരു 1000 രൂപയ്ക്ക് താഴെ ലിമിറ്റ് ചെയ്ത് നിർത്താം. അതുപോലെ തന്നെ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ എൻഷുർ ചെയ്യാൻ പറ്റും. നമ്മൾ മുൻപും പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കും. നമുക്ക് KSEB ലൈനിൽ വരുന്ന ഇൻട്രപ്ഷൻസ് ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ 24/7 സപ്ലൈ ഉണ്ടായിരിക്കും എന്നുള്ളത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൂടാതെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് വോൾട്ടേജ് സപ്ലൈ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ലൈഫ് അതിനുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു കാറ്റ് വീശിക്കാൻ കറണ്ട് പോകുന്ന പ്രശ്നങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ അനുയോജ്യമാണ്. നമുക്ക് ഡെയിലി സ്വന്തമായിട്ട് ഒരു 4 മുതൽ 8 യൂണിറ്റ് വരെയൊക്കെ ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസിനെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. ഇതിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ സോളാർ പാനൽ സെറ്റപ്പ് ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ 590 വാട്ട്സിന്റെ 4 സോളാർ മോഡ്യൂൾസ്, ഏകദേശം 2400 വാട്ടോളം നമ്മളുടെ സോളാർ പാനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. പകൽ സമയത്ത് ലൈവ് ലോഡ് കൂടുതലുള്ളവരെ സംബന്ധിച്ച്, അതുപോലെ മഴക്കാലങ്ങളിലൊക്കെ ഒരേ രീതിയിലുള്ള പ്രൊഡക്ഷൻ, മഴക്കാലങ്ങളിൽ വലിയ പ്രൊഡക്ഷൻ കുറയാതെ KSEB ചാർജിങ്ങിലോട്ടൊന്നും പോകാതെ സിസ്റ്റംസ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 4 പാനൽ സിസ്റ്റംസ് ഉപയോഗിക്കാവുന്നതാണ്. നോർമലി നമ്മൾ 2 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് 590 അല്ലെങ്കിൽ 600 വാട്ട്സിന്റെ 2 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന 3 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ 4 പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 പാനലുകൾ, 2 സ്ട്രിങ്ങുകൾ നമ്മൾ പാരലൽ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് വീട്ടിലുള്ള പവർ ലോഡുകൾ ഒഴികെയുള്ള ഡിവൈസുകളെല്ലാം തന്നെ നമുക്ക് ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ഇതിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ലോഡുകളായിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഒരു ഫ്ലാറ്റ് റൂഫ് ഇൻസ്റ്റലേഷൻ ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മളിവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. 4 പാനലുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 590 വാട്ട്സിന്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള മറ്റനവധി ഇൻസ്റ്റലേഷൻസ് നമ്മൾ നടത്തിയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. 2 കിലോവാട്ടിന് മുകളിൽ സോളാർ പാനൽസ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് 8 യൂണിറ്റ് വരെയൊക്കെ മാക്സിമം പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ബാറ്ററി ഫുള്ളായ ശേഷം വീട്ടിൽ പകൽ സമയത്തുള്ള ഉപയോഗത്തിന് അനുസരിച്ചാണ് ടോട്ടൽ പ്രൊഡക്ഷന്റെ കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ 4 മുതൽ 7 യൂണിറ്റ് വരെയൊക്കെ ഡെയിലി പ്രൊഡക്ഷൻ ഇത്തരത്തിലുള്ള സിസ്റ്റംസിൽ നിന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4 പാനലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൈമറ്റ് അല്പം മോശമായാലും ഒരു ആവറേജ് പ്രൊഡക്ഷൻ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും നമുക്ക് KSEBനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഇതിൽ സൗത്ത് ഫേസിംഗ് ആയിട്ട് ആണ് നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസ് ആണ്. ഇതിന് താഴ്ഭാഗത്തൊക്കെ വൈറ്റ് കളർ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്ത് അല്പം കൂടി പ്രൊഡക്ഷനൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആശ പവർ ബ്രാൻഡിങ്ങിൽ വരുന്ന 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 25.6 വോൾട്ട് 5 വർഷം വാറണ്ടിയുള്ള ബാറ്ററി പാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് 2.5 യൂണിറ്റ് ആണ് ഈ ബാറ്ററിയിൽ സ്റ്റോറേജ് കിട്ടുന്നത്. ഒരു 2 യൂണിറ്റ് ഒക്കെ നമുക്ക് ഔട്ടെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ എൻഷുർ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ KSEB സപ്ലൈനെ ആശ്രയിക്കാതെ വീട്ടിലെ ഒരു 90% ഉപകരണങ്ങൾ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്.
ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ റോവർ 3024 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 80 ആംപിയർ ആണ് ഇതിന്റെ MPPTയുടെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ഒരു 4 ലൈൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് LED ഇൻഡിക്കേഷൻ പാനലിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കും. ലോഡ് ഓൺ സോളാർ, ഇത് ലോഡ് സോളാറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ LED സ്റ്റഡി ആവുന്നതാണ്. KCB സപ്ലൈ അവൈലബിൾ ആണ്. ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഇത് തെളിയും. ഇവിടെ ഗ്രിഡ് ചാർജിങ് ഓൺ ആണെങ്കിൽ നമ്മളിപ്പോൾ നല്ലൊരു ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ സോളാർ ചാർജിങ് നിലവിൽ ഓണാണ്. ഇപ്പോൾ സമയം 5 മണിക്ക് ശേഷമായിട്ടുണ്ട്, എങ്കിലും ചെറിയ ആംബിയറിൽ ചാർജ് ആവുന്നുണ്ട്. പിന്നെ ഓവർലോഡ് വാണിങ്ങുകളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിലിംഗ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ 32 ആംബിയറിൻ്റെ DC MCB കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രിങ് പാറിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഏകദേശം 15 ആംബിയറിന് മുകളിൽ കറണ്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് 32 ആംബിയറിൻ്റെ MCB കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു കൂളിംഗ് ഫാന്, അതുപോലെ തന്നെ സോളാർ പാനൽ, പോസിറ്റീവ് നെഗറ്റീവ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽസ് കൊടുത്തിരിക്കുന്നതാണ്. ഒരു ഇൻപുട്ട് MCB 25 ആംപിയറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അല്പം ഉയർത്തിയ ഒരു ചെറിയ പ്ലാറ്റ്ഫോം കൊടുത്താണ് നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ബാറ്ററിയുടെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ചാർജ് അറിയാനായിട്ടുള്ള ഡിസ്പ്ലേ സംവിധാനമുണ്ട്. ബാറ്ററി നിലവിൽ 3 ആംപിയറിൽ ചാർജിങ് ആണ്. ബാറ്ററി വോൾട്ട് അവരുടെ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2400 വാട്ട്സ് ആണ് ഇതിൻ്റെ പീക്ക് ലോഡ് കപ്പാസിറ്റി കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ 3600 വാട്ട്സോളം സോളാർ പാനൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ നിലവിൽ 590 വാട്ട്സിൻ്റെ 4 പാനലുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 6 പാനലുകൾ വരെ കണക്ട് ചെയ്യാൻ സാധിക്കും. പകൽ സമയത്ത് നോർമൽ യൂസ് ഉള്ളവരെ സംബന്ധിച്ച് 2 പാനലുകൾ കൊടുത്താലും മതിയാവും. പിന്നെ മോശം ക്ലൈമറ്റ് കണ്ടീഷൻസിലൊക്കെ ഒരു ആവറേജ് നല്ല ചാർജിങ് പ്രതീക്ഷിക്കുന്നവർക്ക് 4 പാനലുകൾ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പകൽ സമയത്ത് ഒരു AC ഒക്കെ ലൈവ് ഉപയോഗിക്കുന്ന കേസിൽ നമുക്ക് 4 പാനലുകൾ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് ഒരു 2000 മുതൽ 3000 രൂപ വരെയൊക്കെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് KCB ബില്ല് നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലുള്ള 90% ഉപകരണങ്ങളും ഫുൾ ടൈം ബാക്കപ്പിൽ ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിലുള്ള സിസ്റ്റംസ് സഹായിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആശാ പവർ ബ്രാൻഡിങ്ങിലുള്ള പ്രീമിയം ഇൻവെർട്ടർ മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫുൾ കോപ്പർ ട്രാൻസ്ഫോമർ ഇൻവെർട്ടർ വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ നല്ല റഗ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഹയർ വേർഷൻസ്, അതായത് 5 kVA, 7.5 kVA, 10 kVA സിസ്റ്റംസ് ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1 kV സിസ്റ്റംസ്, ലൈറ്റ് ഫാൻ യൂസ് മാത്രം ഉദ്ദേശിക്കുന്നവർക്ക് അത്തരത്തിലുള്ള സിസ്റ്റംസും അവൈലബിൾ ആണ്. നോർമലി നമുക്കൊരു 3 മുതൽ 5 ബെഡ്റൂം വരെ വരുന്ന വീടുകളിൽ ഇത്തരത്തിലുള്ള സിസ്റ്റം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 4 മുതൽ 6 യൂണിറ്റ് നമുക്ക് നമ്മുടെ ടോട്ടൽ ഉപയോഗത്തിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കും. അതുകൂടാതെ വീട്ടിലുള്ള പവർ ലോഡുകൾ ഒഴികെയുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് ഫുൾ ടൈം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ മാനേജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പവർ ലോഡുകൾ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ. 24 വോൾട്ട് സിസ്റ്റമാണ്. ലോഡൊക്കെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് പകൽ സമയത്ത് ACയോ പമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ, അതിലുപരി KCB ബില്ല് നല്ല രീതിയിൽ കുറച്ച് ലിമിറ്റ് ചെയ്ത് ഒരു 500 rupees റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സോളാർ ഓഫ് ഗ്രിഡ് മോഡലാണ്. ഇപ്പോൾ സോളാർ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു പുതിയ ന്യൂസുമായിട്ട് നമുക്ക് ചാനൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.